ഹല്ലേലൂയ. Hallelujah. ദൈവം ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ നമ്മളെ വളർത്തുകയാണ്. അതിനായി നമുക്ക് നന്ദി പറയാം. We should thank the Lord that every day is raising us up in the Holy Spirit. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം 22-ാം തിരുവചനം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Ephesians chapter 2 verses 22 says, in whom you also are built together spiritually into a dwelling place for God. എഫെസോസ് 3:16 അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. I pray that according to the riches of his glory, he may grant that you may be strengthened in your inner being with the power through his spirit. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തുന്നത് പരിശുദ്ധാത്മാവിന് യോജിക്കുന്ന വിധത്തിലാണ് പരിശുദ്ധാത്മാവ് വളർത്തുന്നത്. The Holy Spirit gives us the grace to, the Holy Spirit builds us up according to his own desire. നമ്മുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണമല്ല പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തിയെടുക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണ്. He does not allow us to grow according to our own wish, but he allows us to grow according to his own desire. ഹല്ലേലൂയ. Hallelujah. ഈ ഗ്ലോറിഫയർ മിനിസ്ട്രിയുടെ ഈ 21 days സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഈ സെക്ഷനിലേക്ക് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. From the Glorified Ministry for this 21 days School of the Holy Spirit, by the Holy Spirit I welcome all of you. ദൈവം ആഗ്രഹിക്കുന്നു ആത്മാവിൽ നമ്മൾ പുതിയൊരു പണിയിൽ പുതിയൊരു വളർച്ച പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. Holy Spirit desires that we should receive a new growth. ഇന്ന് വരെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയിൽ നമ്മൾ വളർച്ച പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. The Lord is desiring us that we grow up spiritually as never before. പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ പ്രവൃത്തികളും പുതിയ കാര്യങ്ങളാണ് ചെയ്യുക. The Holy Spirit's work is to do new things. ആ പുതിയ കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ കാര്യങ്ങളും പുതിയ അനുഭവമായി പുതിയൊരു ബോധ്യമായി വെളിപ്പെടാൻ തുടങ്ങും. When we start cooperating with the Holy Spirit in the new things that he is doing, then new things will break out from our life. New fruit will come out of our life. 1 കൊരിന്ത്യസ് 12-ാം അധ്യായം 1 കൊരിന്ത്യസ് 12-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനം. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ്. Brother Justin, you can read. 1 Corinthians chapter 12 verses 11 says, all these are activated by one and the same Spirit, who allots to each one individually just as the Spirit chooses. 11. തന്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അഥവാ സ്വർഗീയ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് പ്രത്യേക ദാനങ്ങൾ, വരങ്ങൾ, ശുശ്രൂഷ പദവി, ശുശ്രൂഷയുടെ അഭിഷേകം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ആക്കി വെക്കുന്നത്. The Bible tells us that the Holy Spirit, according to his own will, he gives us various kinds of charisms, gifts and giftings of the ministry according to his own wish, according to his own choice. അവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പ്രത്യേക ഗിഫ്റ്റുകൾ. Yeah, peculiar giftings the Holy Spirit gives us according to his own will.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ഓരോരുത്തർക്ക് നൽകുന്ന ഗിഫ്റ്റുകൾ പ്രത്യേകതയുള്ളതാണ്. So then if that is true, then we have to understand that the Lord has given each one of us a peculiar giftings the Lord has given us. എന്നിൽ നിക്ഷേപിച്ച കൃപാവരം അതിന് നിങ്ങളിൽ നിക്ഷേപിച്ച കൃപാവരത്തിൽ നിന്നും വ്യത്യസ്തതയുണ്ട്. Though the charism which I have and the charism that which you have is different from the charism that I have. ഒരേ വരങ്ങളായിരിക്കാം, നിങ്ങൾക്കും രോഗശാന്തിയുണ്ട്, എനിക്കും രോഗശാന്തിയുണ്ട്. പക്ഷെ എന്റെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ രോഗശാന്തി ശുശ്രൂഷയ്ക്കും പ്രത്യേകതയുണ്ട്. You may be having the gifts of healing, I may be having the gifts of healing, but both can differ in the ministry. The way you do it will be different and the way I do it will be different. ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കും, നിങ്ങളും ഭാഷാവരത്തിൽ സംസാരിക്കും. ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷാവരത്തിനും പ്രത്യേകതയുണ്ട്. So I speak in tongues, you speak in tongues, but there will be some difference between us. It won't be the same way that each of us speak in tongues. രണ്ടുപേർക്കും ഒരേ വരമാണുള്ളത്, പക്ഷെ അതിൽ തന്നെ പ്രത്യേകതയുള്ളത് കൊണ്ടാണ് എന്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും തമ്മിൽ ബന്ധമില്ലാത്തത്. So the charisms it may be the same gifting, but there will be some difference or peculiarity in the gifts that God has given us, each of us. നിങ്ങളും സുവിശേഷകനാണ്, ഞാനും സുവിശേഷകനാണ്. പക്ഷെ ഞാൻ സുവിശേഷം പറയുന്നത് പോലെയല്ല നിങ്ങൾ സുവിശേഷം പറയുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു പ്രത്യേകതയുണ്ട്. You may be a gospel preacher, I may be a gospel preacher, but the way you say the gospel will not be the way that I am saying it. There will be some peculiarity in each of us. നിങ്ങളും പ്രവചിക്കുന്നുണ്ട്, ഞാനും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ എന്റെ പ്രവചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങളുടെ പ്രവചനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. You are prophesying, I am also prophesying, but there are difference between our giftings, and some peculiarity will be also different among us. നമ്മളിൽ ഓരോരുത്തരിലും ഒരേ ഗിഫ്റ്റ് ആണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു വ്യത്യാസം ഉണ്ടാകും. The gift may be one, but the operating system will be different. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. And that is why it is mentioned here, individually just as he chooses. That means there is some difference between the giftings God has given each one of us. പൊതുവെ പറയുമ്പോൾ എന്നിലും നിങ്ങളിലുള്ള വരങ്ങൾ ഒന്ന് തന്നെ, പക്ഷേ ശുശ്രൂഷയിൽ അതിൽ തന്നെ പ്രത്യേകതകൾ ഉണ്ടാകുന്നു. Yeah, even the charisms may be same, but our ministry will be different. എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തത ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രകടമാക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ ശുശ്രൂഷ രീതിയും എന്റെ ശുശ്രൂഷ ഏരിയയും അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തതയിലാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിക്കുകയുള്ളൂ, എന്നെ പരിശീലിപ്പിക്കുകയുള്ളൂ. One question might come, why is there so much of difference? The reason is because the area of work is different. The Lord has called us to a different type of ministry. So it may not be the same ministry God has given you. So that is why it will be different, and that because of that difference, the Lord teaches us in a different way. അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, 1 കൊരിന്ത്യർ 12:11 പറയുന്നത് ഇങ്ങനെയാണ്, ഒരേ ആത്മാവിന്റെ പല പ്രത്യേകതകളാണ് ഈ കാണുന്നത്. ഒരേ ആത്മാവിന്റെ പല പ്രത്യേകതകൾ. So we see that it is one spirit, but there are different manifestations. ശുശ്രൂഷകളിൽ ഒരാൾ വലിയ ശുശ്രൂഷകനെന്നോ ഒരാൾ ചെറിയ ശുശ്രൂഷയെന്നോ ശുശ്രൂഷകളിൽ വേർതിരിവില്ല. എല്ലാം ദൈവത്തിനായി ദൈവാത്മാവിൽ നടക്കുന്നതാണ്. There is nothing called big ministry and small ministry. All the ministry is same, led by the Spirit of God. അതുകൊണ്ട് തന്നെ ഇതൊരു മാനുഷിക തലത്തിൽ ചെയ്യേണ്ടതല്ല, ദൈവാത്മാവിന്റെ ഇഷ്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ദൈവരാജ്യ ശുശ്രൂഷകളെല്ലാം. So we have to understand the work of the kingdom of God should not be done with human mind, but it should be done by the help of the Holy Spirit. ദൈവം ചിലരെ മുൻനിരയിൽ നിർത്തി ശുശ്രൂഷ ചെയ്യിപ്പിക്കും. Some people, the Lord will make them stand in the front
and they will do the ministry. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആളുകൾ ആദ്യം കാണുന്നത് മുൻനിരയിൽ നിൽക്കുന്നവരെ ആയിരിക്കാം. So the people from outside, when they look, they see the person standing in the front. കാഴ്ചയിൽ ആദ്യം കാണുന്നത് മുൻനിരയിൽ നിൽക്കുന്ന കൂട്ടരെ ആയിരിക്കും. So in the side, they see people who are standing in the front. എന്നാൽ അവരുടെ പിൻനിരയിൽ ദൈവം നിർത്തിയിരിക്കുന്ന ഒരുപാട് യുദ്ധവീരന്മാരുണ്ട്. But behind those who are standing in the front line, there are many brave warriors. അവരെ കർത്താവ് അവരെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഈ മുൻനിരയിൽ നിൽക്കുന്നവരുടെ യുദ്ധത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി അവരെ പുഷ് ചെയ്ത് പിന്നിൽ നിന്നും അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. So the Lord has kept their ministry hidden. And what they are doing, they are supporting those who are in the front line. Through their prayer, through the power of God flowing through their lives, they are pushing those people who are in the front line to go forward. ഈ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും വീക്ക് സംഭവിച്ചാൽ പിൻനിരയിൽ നിൽക്കുന്നവരെ വേഗത്തിൽ മുൻനിരയിൽ എത്തിക്കുന്ന ഒരു ശുശ്രൂഷ യുദ്ധമുറയുണ്ട് ആ ദൈവരാജ്യത്തിന്റെ അകത്ത്. In the kingdom of God, there is something like this, that when somebody is standing in the front line, and if there is any shortcoming there, if there is any fault there, those who are behind will go forward. That is what happens in the kingdom of God. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരുമാകും എന്ന് കർത്താവ് പറയാനിടയായത്. That is why the Lord said, those who will be in the front will become behind, and those who are behind will come to the front. ദൈവരാജ്യ സംബന്ധമായ യുദ്ധം ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചാണ് യുദ്ധം നടത്തുന്നത്. ചിലരെ ദൈവം മുൻനിരയിൽ നിർത്തും, ചിലർ ദൈവം പിൻനിരയിൽ നിർത്തും. In the kingdom of God, nobody is independent or nobody is alone. They are a group of people together working for the kingdom of God. Some will be in the front, some will be in the back. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകതകളിൽ പ്രകടമാകുന്ന ശുശ്രൂഷ രീതികളാണ്. These are all different types of manifestations of the Holy Spirit. ഇവിടെ മാത്സര്യത്തിനോ വിഭാഗീയതയ്ക്കോ അസൂയയ്ക്കോ സ്ഥാനമില്ല. There is no position for disunity, jealousy, competition in this area. ഇതിൽ ആർക്കും മത്സരിച്ചാൽ എവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല. And those who try to compete will never reach the final destination. ഇത് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആക്കി വെക്കുന്നതാണ്. This is Holy Spirit who himself makes them stand. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. That's what the Lord Jesus said, you did not select me, I am the one who selected you. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ദൈവത്തെ അറിയുകയും ദൈവത്തിൽ നിന്ന് അറിയുകയും ചെയ്യേണ്ടതാണ്. So we have to understand that in the life of holiness, we have to learn from God and we need to know God also. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാനും ദൈവത്തിൽ നിന്ന് അറിയാനും പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ സാധ്യമാവുകയില്ല. Only through the Holy Spirit can we know God, and only we can know about God also. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ ആ വിധത്തിൽ സഹായിച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മളും സഹകരിച്ചാൽ മാത്രമാണ് ദൈവത്തെ അറിയുവാനും ദൈവത്തെക്കുറിച്ച് അറിയുവാനും സാധിക്കുകയുള്ളൂ. Only when we cooperate with the Holy Spirit, we will come to know God and we will come to know many things about God. ഹല്ലേലൂയ. Hallelujah. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തെ അറിയാനുള്ള ഒരു അഭിഷേകം നമുക്കുണ്ടാകാൻ വേണ്ടി 1-2 മിനിറ്റ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരും ലൈനിൽ വരേണ്ടതില്ല. ഞാനും ആന്റണി ബ്രദറും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ മുറിക്കുള്ളിൽ വെച്ച് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഓബി ഖശാല മൊറോനിയ ലാതുബ സാഖാബാറാനി. Now, brother and myself will pray. You all pray behind the scene. Keep yourself muted and pray behind the scene for 1 or 2 minutes to receive the anointing to know God. ലാബു മസ്തഖാറാൻ ദേരേലിബ ലാതുബല ഹസേ റിമലൂർ ദലഹദി യാഹൂസാന ലമിയ അൽബോ മാതേൽ അല്ലാഹു മുസ്തറകബി
Arisamia Bakalabu, Naudala Hase, La Molusia, Tabela Hasikaya, Those who are in your Lubu own room, Nakara keep on praying. Laul Open mouth and Hate, pray. Hallelujah. Rimulu Rakala Hatiri, Rul Bases, Malora Hasakaba, Ridele Kaluma Richiaba, Maula Hatebi, Abruma Le Kamila Hus, Savale Gadamuruli Kanani, Rela Bola Bushika, Narebala Kabituku Saraba, To know you, Lord. Rebu Talam Serikia, Alba Matoko Valase, Rimali Kamurachiata, Alba Hande Miluri, Avada Haseba, Abimum Kania, Aloko Bahate, Saudal Haraba, Rilba Soko, Yahanna Kelabusiara, Rele Batukaba, Ase Kani Lavi, Labere Batekana, Tobe Harasikini, Lam Kaba Hambo Udari, Rilba Rushi Khan Kaneda, Rustabil Lahaba, Masuku, Avela Surakabia, Abudus, 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 Baba, Abudus, Wa, Abudus, Wa, Abudus, Wa, Sakabaka, Rut, Lama Lenu Ruti Kaban, Shebir Hayetenu, Utaka Tumulumu, Aradhidila Haste, Yahu Sakama Haulari, Imluka Lamisidika, Labarute Kabina, Tayastiribia, Lora Shaba Haba Baradibia, Ora Baba 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 Ora Baba 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 Ora Baba Baba Ora Baba 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 Listen Idibia Baba 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 Ora Bala Hala Bala Has Thank you, Lord. O Bala Sidiri Kalabela Kebia Rubala Kalamara Sidikabia Rubala Kalamala Sidibia Ruba Haba Baba Rabala Kalabaseke Hallelujah. Ruhula Bala Bara Sidikala Praise you, Bika Jesus. Jesus, thank So you, Lord. Kalamala Hallelujah. Karasiri Biabra. Praise, thank you, Lord Laba Jesus. Ruba Rikene Lady Bahara Praise, Basikara. thank you, Lord. Oh, Hallelujah. thank you, Jesus. Thank you, Praise, Jesus. thank you, Thank you, Jesus. Jesus. Thank you, Jesus. Oh, Hallelujah. Shakabala Thank you, Karabala. Lord. Praise you, So Jesus. Rakameri Kalabila Kabara. Sobura Halabala Kirabala Kabila Kabista. Otkumulari Kabilo Kubuchika Baba. Hallelujah. Aba Praise Malari Banidi Balahase. Oh, Hayatil Jesus. Kaboshenaria. Ruba Baba Praise Baba Baba. Jesus. Oh, Rahalla Praise you, Shekine. Jesus. Thank you, Jesus. Thank you, Praise you, Holy Spirit. Jesus. Thank you, Father. Abu Hallelujah. Praise you, Jesus. Amen. Praise you, Jesus. എഫോസ്യസുകാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-17 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 17-18 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ. Ephesians chapter 1 verses 17 and 18 says, I pray that the God of our Lord Jesus Christ, the Father of glory, may give you a spirit of wisdom and revelation as you come to know him, so that with the eyes of your heart enlightened, you may know what is the hope to which he has called, what are the riches of his glorious inheritance among the saints. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് പിതാവിലേക്ക് നമ്മളെ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ചില രീതികളെ കുറിച്ചാണ് ഇവിടെ
അപ്പോസ്തലനിലൂടെ പരാമർശിക്കപ്പെടുന്നത്. So we see that the Holy Spirit is revealing certain ways by which he brings us closer to the Father. അവിടെ 17-ാം വാക്യം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ. There it is said that, yeah. Why, brother? I pray that the God of our Lord Jesus Christ, the Father of glory. ആമേൻ. മഹത്വത്തിന്റെ പിതാവ്, ഗ്ലോറിയുടെ ദൈവം, ആ പിതാവിൽ നിന്നും അറിയുവാൻ, ആ രക്ഷകനായ ക്രിസ്തുവിൽ നിന്നും അറിയുവാൻ, അറിവിന്റെ ആ വെളിപ്പാടുകളെ കുറിച്ചാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് എഫെസസിലുള്ള വിശുദ്ധരോട്. ഇത് വെളിപാടുകളിലൂടെയാണ് അറിയേണ്ടതും അറിയാൻ സാധിക്കുകയുമുള്ളൂ. So we need to understand we can only come to know the Father and the Lord Jesus Christ through revelations. So Holy Spirit gives us revelations through which we come to know the Father and we come to know our Lord Jesus Christ. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പിതാവുമായി കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി. ഗ്ലോറിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് Yesterday we learned about how the Holy Spirit brings us in contact with the Father with the glory. പരിശുദ്ധാത്മാവ് പിതാവിന്റെ ആ ഗ്ലോറിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ, so when the Holy Spirit connects us to the Father with the glory, നമുക്ക് അതിഭയങ്കരമായ ജ്ഞാനം തുറക്കപ്പെടാൻ തുടങ്ങും. So then what will happen? The wisdom of God will start getting open in our lives. ദൈവത്തിന്റെ മഹത്വവുമായി അഥവാ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് ദൈവമഹത്വം. അത് ഹൃദയത്തിൽ നിന്ന് ദൈവമനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പകരുവാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായ ജ്ഞാനം നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. ഭയങ്കര ജ്ഞാനം വെളിപ്പെടാൻ തുടങ്ങും. So the glory dwells in the heart of the Father. When he pours out that glory into our hearts, wisdom will open in our lives and lot of wisdom will start flowing into our lives. ഈ ജ്ഞാനത്തിന്റെ ഒരു രഹസ്യ ഏരിയ അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. അപ്പൊ ആ മനസ്സിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നത്. ദൈവ മനസ്സിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നത്. So we are told in the word of God that we know the mind of God and wisdom comes from the mind of God. അപ്പൊ ദൈവത്തിന്റെ മനസ്സുമായി കണക്ട് ആയാൽ ഭയങ്കരമായ ജ്ഞാനം വെളിപ്പെടും. So when you get connected to the mind of God, lot of wisdom will start flowing into your lives. നമുക്ക് പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, ദൈവമായിട്ടുള്ള ഭക്തി, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനം ഉള്ളവനാക്കി, ജ്ഞാനത്തിന്റെ ജ്ഞാനമുള്ളതാക്കി മാറ്റും എന്നൊരു പദപ്രയോഗമുണ്ട്. The fear of the Lord is the beginning of wisdom. That's what we have read many times in the book of Psalms and Proverbs and all. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ ഉളവാകുന്നത് ഭക്തി കൂടി ദൈവ മനസ്സുമായി നമ്മുടെ ഭക്തി കണക്ട് ആകുമ്പോഴാണ് ജ്ഞാനം തുറക്കപ്പെടുന്നത്. When we get devoted to God, when we come into intimacy with God, that is the time when wisdom is released into our life. ജ്ഞാനം നമ്മളിൽ തുറക്കപ്പെടാൻ തുടങ്ങിയാൽ, ജ്ഞാനം നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ, അതിഭയങ്കരമായ വിശ്വാസ തീഷ്ണത നമ്മളിൽ പ്രകടമായി വരാൻ തുടങ്ങും. When the wisdom will start manifesting in us, we will have an intense faith, a very strong faith breaking out in our life. ഈ ജ്ഞാനം നമ്മൾ തുറക്കപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തീഷ്ണതയില്ലാതെ ഒരു 25 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ഏകദേശം ഒരുപോലെയൊക്കെ ഇങ്ങനെ ആത്മീയതയിൽ ഒരു ചെറിയ മന്ദഗതിയിൽ ഇങ്ങനെ പോകുന്നതിന്റെ ഒരു അവസ്ഥ ജ്ഞാനം തുറക്കപ്പെടാത്തത് കൊണ്ടാണ്. Because we do not have the wisdom, and because wisdom doesn't open in our life, we do not have the intensity in our faith. 25 years later, 50 years later, we will be same as we was. Because wisdom has not opened our life. Yes, ജ്ഞാനം തുറക്കപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ വിശ്വാസ ജീവിതം ഭയങ്കര മധുരമുള്ളതായിരിക്കും. ടേസ്റ്റി ഫുഡ് പോലെയായിരിക്കും. So when wisdom will start opening our life,
faith will be very sweet in your life. ആമേൻ. നമുക്ക് ജ്ഞാനത്തിലൂടെ ദൈവത്തിന്റെ സംവിധാനങ്ങൾ മനസ്സിലാകും. By through wisdom, we can know how God functions, how the kingdom of God functions. We can come to know. ജ്ഞാനത്തിലൂടെയാണ് സ്വർഗീയ സംവിധാനങ്ങൾ നമുക്ക് വ്യക്തമാവുക. But through wisdom only we can understand the foundation of heaven and the system of heaven. ഈ ജ്ഞാനത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്, ഫസ്റ്റ് പാർട്ട് ജ്ഞാനമാണ്. ജ്ഞാനത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപാടുകൾ. And the second part, other phase of wisdom is revelations. ഈ ജ്ഞാനത്തിന്റെ അകത്ത് ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടി സഹായകമാകുന്ന ഒരു ഏരിയയാണ് വെളിപാട്. ജ്ഞാനം അതിന്റെ കൃത്യതയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ്, ഒരു ഏരിയയാണ് വെളിപാട്. So to understand wisdom, we need revelation. It is through revelation we come to understand wisdom. അപ്പൊ ജ്ഞാനവും വെളിപാടും ഒരുപോലെ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ ശുശ്രൂഷ, when wisdom and revelation start functioning in us, അപ്പോൾ മുതൽ നമ്മുടെ ശുശ്രൂഷ രീതി ടോട്ടലി ചേഞ്ച് ആകും. വിശ്വാസ ജീവിതം ടോട്ടലി ചേഞ്ച് ആകും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ടോട്ടലി ചേഞ്ച് ആകും. So then after that, our faith level will change, our intimacy with God will increase, and wonderful things will happen. അതിഭയങ്കരമായ സ്വർഗീയ അധികാരത്തിൽ ഞാൻ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുവാൻ തുടങ്ങും. And we will start feeling as we standing in a higher authority. ഞാൻ We will start ഭയങ്കര sensing like that. നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായ ഒരു അവകാശിയാണെന്ന ഒരു തോന്നൽ ഇതിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. Yeah, we start sensing inside us that we have inheritance. We have to inherit something of heaven. We have inheritance. That kind of feeling will come inside us. നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മൾ ഒരു ആത്മീയ സമ്പന്നത പ്രാപിച്ച ഒരു വ്യക്തിയെ പോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, തോന്നുവാൻ പറ്റും. We will feel as if we have reached, we have become very rich. We have become full of prosperity. That is what we will feel. നമ്മുടെ ഭൗതിക ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, സമ്പത്തുള്ളവരൊക്കെ, സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരൊക്കെ നല്ല സന്തോഷത്തിലാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ദരിദ്രരെ കണ്ടാൽ അവരുടെ മുഖമൊക്കെ അങ്ങ് മൂഡ് ഓഫ് ആയി, ആകപ്പാടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ദാരിദ്ര്യ അവസ്ഥ അവരിൽ പ്രകടമായിരിക്കും. So we see people who live a high standard of life. They are always cheerful, happily moving around. But other side, we see people who are under the poverty line or having low income. They have a very dry face. They are very sad, and they are very troubled. ഇതുപോലെ ആത്മീയ സമ്പത്ത് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ ആത്മീയ തീഷ്ണത കൊണ്ട് നിറഞ്ഞ് നമ്മൾ ജ്വലിക്കുന്ന വ്യക്തികളാകാൻ തുടങ്ങും. So when spiritual inheritance will come into our life, we will become different. We will start getting full of faith, and we will start be ablaze. We will be ablaze in the spirit all the time. നമുക്ക് എപ്പോഴും ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും. Always there will be spiritual joy. നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് വിലയിരുത്തും, ഞാൻ കർത്താവിൽ കൊള്ളാം എന്നൊരു തോന്നൽ വരെ നമ്മളിൽ ഉണ്ടാകും. And we will start sensing and feeling. Sometimes we will tell also inside us, "Oh, I am great in God." നമ്മൾ ശരിക്കും ദൈവത്തിന്റെ ആണെന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും. ആ അനുഭവം നമ്മളിൽ ഉണ്ടാകും. I belong to God. ആ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകും. And we will have that kind of experience also. ഇത് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർ ആത്മീയരാണെങ്കിൽ വിഷയം ഇതാണ്, അവര് ചില സമയങ്ങളിൽ സമയം നോക്കും, സാഹചര്യം നോക്കും, രാത്രിയെന്നോ പകലെന്നോ പറയും, പല തിരക്കിന്റെ കാര്യം പറയും. എന്നാൽ ഈ ആത്മാവിന്റെ ജ്ഞാനവും വെളിപാടും ഉണ്ടാകുന്നവൻ, സമയം പോകുന്നവന് വിഷയമല്ല, സാഹചര്യം നഷ്ടപ്പെടുന്നവന് വിഷയമല്ല, എന്തും ഉപേക്ഷിക്കാൻ അവൻ റെഡിയാണ്, അവൻ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. Yeah, those who do not have wisdom and revelation will always look at the time, look at the environment,
what people are telling, and that person will be not all the time ready. That will be his nature. But the one whose life there is wisdom and revelation. Time does not matter, environment doesn't matter, people don't matter, situations don't matter. അവന്റെ സാഹചര്യമൊന്നും അവനെ സംബന്ധിച്ച് വിഷയമല്ല. ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾ കേൾക്കാൻ, കാണാൻ, അറിയാൻ, സ്വർഗീയ ജ്ഞാനത്തിൽ വളരാൻ അവന്റെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരിക്കും. Yeah, he will be always inside us burning for knowing the wisdom and revelation of God. He is not worried about the circumstance. He is not worried about the situation. He is not worried about the seasons or times. He will always have a bubbling desire, a burning desire to receive wisdom and revelation from the heart of God. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ പറ്റിയാൽ തിരിച്ചറിയണം, ആ വ്യക്തി യഥാർത്ഥത്തിൽ കർത്താവിന്റെ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. So if you meet a person like this, you need to understand that that is a person who is following the footprints of God. നമ്മളെ ഷെക്കന ടിവിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട മഞ്ഞക്കാലയിൽ അച്ഛൻ, അങ്ങനെയല്ലേ പറയുന്ന അച്ഛന്റെ പേര്? Manyakal Achan. മഞ്ഞാക്കൽ അച്ഛൻ, ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ, നമ്മളെ സന്തോഷ് സവറിന്റെ ആ മിനിസ്ട്രിയിൽ, ആ TV പ്രോഗ്രാമിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് പലരും പറയുന്ന ഒരു കമന്റ് ആണ്, തനിക്ക് ഭ്രാന്തല്ലോടു എന്ന് ചോദിക്കുന്നത്. പക്ഷെ അച്ഛൻ പറയാണ്, സത്യത്തിൽ എനിക്ക് വട്ടാണ്. അങ്ങനെ ആരൊക്കെ വട്ടുപിടിക്കുന്നു, ഞാൻ പറയും അവർ ഒറിജിനലാണ്, അവർ കർത്താവിന്റെ റൂട്ടിലാണ്, അവർക്ക് തെറ്റുപറ്റുക സാധ്യത വളരെ കുറവായിരിക്കും. Yeah, and Father Manyakal says people tell that I am mad. And actually I want to tell you, Father says, actually I want to tell you, I am actually mad. So we have to understand here, those who are really mad for God are in the right track. ഹല്ലേലൂയ. Hallelujah. ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വെളിപ്പെടുകയും ജ്ഞാനം സ്ഥിരീകരിക്കാൻ, ജ്ഞാനം ഉറപ്പിക്കാൻ വെളിപാടുകളും ഉണ്ടാകുകയും ചെയ്യുന്ന വ്യക്തി വാസ്തവത്തിൽ ഒരു വട്ടുപിടിച്ചതുപോലെ ആയിരിക്കും. The one who receives wisdom from God and understands the wisdom through revelation will be like a mad person who is after God. ഹല്ലേലൂയ. Hallelujah. ഞാൻ അങ്ങനെ പല ദൈവപുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, I have വട്ടുപിടിച്ച, seen many people, many men and women of God who are mad after God. ഇങ്ങനെ ദാഹിച്ച് ജ്വലിക്കുന്ന ഒരുപാട് ദൈവ ശുശ്രൂഷകരെ ഞാൻ എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട്. In the life of holiness, I have seen many people thirsty and desiring very deeply God. ഒരു 2003-2004 കാലങ്ങളിലാണ് ഞാൻ കർത്താവിന്റെ ദാസൻ ആന്റണി ബ്രദറിനെ കാണാനിടയായത്. It was around 2003-2004 I came to know Anthony brother. അന്ന് പലരും ഈ ആന്റണി ബ്രദറിനെ കുറിച്ച് എതിരായി എന്നോട് സംസാരിച്ചിരുന്നു. And those days people used to come and tell me against Anthony brother. അതുപോലെ ഞാൻ കണ്ട മറ്റൊരാളാണ് ബ്രദർ സന്തോഷ് കരിമത്തറ എന്ന് പറയുന്ന, നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന TV ചാനലുള്ള സന്തോഷ് ബ്രദർ. And the other person which I knew is Santosh Karimatara, who runs that Shekinah ministry, Shekinah television. ദൈവിക ജ്ഞാനത്തിന്റെയും വെളിപാടുകളുടെയും ആധിക്യത്താൽ ഭ്രാന്ത് പിടിച്ചതുപോലുള്ള ഒരു തീഷ്ണത ഇവരിലൊക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ട്. I have seen an intensity within them because of receiving wisdom and revelation. I am mad after God. ദൈവിക വെളിപാടുകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ വരികയും മലകളിൽ കയറിയിരുന്ന്, ഫോറസ്റ്റിലൊക്കെ മലകളിൽ കയറിയിരുന്ന് ദൈവത്തെ ആരാധിച്ച സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു, ദൈവിക വെളിപാടുകൾക്ക് വേണ്ടി. Yeah, I remember we all went to the forest areas and spent time praying there to receive wisdom and revelation from God. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2004-5 നമ്മളെ സന്തോഷ് സഹോദരൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, അന്ത്യകാലത്തിന്റെ ഉണർവിന് നിങ്ങളെ ഞാൻ മുൻനിരയിൽ നിർത്തുമെന്ന് അന്ന് കർത്താവ് പറഞ്ഞിരുന്നു. ഇപ്പോഴാണത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. And I remember when Santosh brother had come and we had gone to the forest and prayed, we got a revelation. Lord said,
in the end time last revival, I will make you all stand for the last end time revival. Now I want to tell you, now is the time that these things are happening among us. ഇന്ന് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കാനിടയായി. നമ്മുടെ ഈ ഗ്ലോറിഫയർ മിനിസ്ട്രിയിൽ ഈ 21 ഡേയ്സ് പ്രോഗ്രാമിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിലവിൽ US-ലാണ് ഉള്ളത്. നാട്ടിൽ വരികയായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം അന്ന് ആ പഴയ തീഷ്ണതയോടെ തന്നെ ഇന്ന് പറയാനിടയായി. Santosh brother said that now he's in USA, so he will not be able to join this season, but again in the future he will surely come, and he has the same intensity that he had 20 years ago. അങ്ങനെ Still working. അങ്ങനെ കർത്താവിനെ പ്രതി ജ്വലിക്കുന്ന ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു ആത്മീയ വട്ടുപിടിച്ച ആളുകളെ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം, അവർ ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളവരാണ്. So when you see meet people who are having spiritual madness, who are desiring God, desiring the things of God, understand they are walking on the right path. എന്റെ നാട്ടിൽ They have a value in the presence of God. എന്റെ നാട്ടിൽ ഒരു ചെറിയാൻ ചേട്ടൻ ഉണ്ടായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ്. I remember there was one person called Cherian in our village. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. I remember, if I am correct, 10 years before he passed away. അദ്ദേഹം ഒരിക്കൽ 2005-ൽ 5-ലോ 6-ലോ ആ സമയത്ത് ഒരു വലിയ ഐക്യ ക്രിസ്മസിന്റെ പ്രോഗ്രാം ഞങ്ങളുടെ നാട്ടിൽ നടക്കുകയാണ്. 10-15 പള്ളികൾ ഒരുമിച്ച് കൂടിയുള്ള ഒരു ഘോഷയാത്ര റോഡിലൂടെ വരുമ്പോൾ ഇദ്ദേഹം തീഷ്ണത കൊണ്ട് എന്റെ കയ്യെ കയറി പിടിച്ചിട്ട് മുട്ടുകുത്തി ഇവരെല്ലാം മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് മുട്ടുകുത്തിച്ച് ഞങ്ങൾ രണ്ടുകൂടെ പരസ്യമായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. There was about 10-15 years ago, there was a Christmas gathering among many churches, and they were all having a joyous, they were making a lot of joyous sound on the road, and this man came to me and told me, let us kneel down and pray on the road that all of these Christians will really receive the grace of repentance and come to know the Lord. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അലസരായ കുറെ ആളുകൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് വേദനയുണ്ടായി. അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി ഒരു പിടി ചരളെടുത്ത് മുട്ടുകാലിൽ വെച്ച് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. Once when he went for the mass, he found that many people are attending the mass with very coldness and laziness. So he went outside the mass, picked up some small stones, put it on the ground, and then knelt down on that stones and prayed for these people. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം വലിയ സമ്പന്നന്മാരാണ്, വലിയ കോൺട്രാക്ടർമാരാണ്, അങ്ങനെ വലിയ സമ്പന്നന്മാരാണ് എല്ലാവരും തന്നെ. His children are all in a very high position. They are all big contractors and are in a greater position. അദ്ദേഹത്തിന്റെ മക്കള് എന്നോട് ഇതിനെതിരെ കംപ്ലൈന്റുകൾ പറയാൻ തുടങ്ങി. ഈ അപ്പച്ചൻ, ഈ ചാച്ചൻ ഇങ്ങനെ പള്ളിയിൽ പോയാലും വെളിയിൽ നിന്ന് നാണമില്ലാതെ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കും, വഴിയരികിൽ കൈ പിടിച്ച് വിരിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ മനുഷ്യന് നാണമില്ലാത്ത ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ അവരുടെ മക്കളിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yeah, the children used to tell me that daddy goes to the mass and he keep on praying for people. He comes out of the mass and he raise hands and pray for people attending the mass. Sometime in the road, he raises his hands up and prays for people. And this is a very shameful situation for us. ഞാൻ അവരുടെ മക്കളിൽ ഒരാളോട് പറഞ്ഞു, അപ്പനെ എതിർക്കാൻ പോകണ്ട, പതിയെ എല്ലാം ശരിയാകും എന്ന് ഞാൻ പറയാനിടയായി. So I told them, don't oppose your daddy. Slowly, everything will become okay. പ്രിയമുള്ളവരെ, കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. Years passed away. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രാവ് വന്നു. ഒരു വെള്ള പ്രാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാനിടയായി. So one day what happened, many years passed away and one white dove came to his house. ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ഈ പ്രാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞു, ആ മകളൊരു ടീച്ചറാണ്, ആ മകളോട് പറഞ്ഞു, മോളെ ഈ പ്രാവിന് അല്പം അരി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. He told his daughter, who's a teacher, give some rice to this dove. ആ പ്രാവ് അരി കൊത്തി തിന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രാവ് ഈ ചെറിയാൻ ചേട്ടന്റെ നേരെ നോക്കി ഇങ്ങനെ എന്തോ കുടുകുടു കുടുകുടു എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു.
And the dove kept on eating the rice and then looked at this Syrian brother and made some sound. Kept on looking at this brother and started making some sound. Then eating the rice again, looking at the Syrian brother and making a sound. ഈ സമയത്ത് ചെറിയാൻ ചേട്ടൻ ഒരു ക്ഷീണാവസ്ഥയിലൊക്കെയാണ്. And this Syrian brother was actually tired physically. എന്നാൽ ഓവർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. But no major problem. ഈ സമയത്ത് പെട്ടെന്ന് ചെറിയാൻ ചേട്ടൻ തന്റെ മകളോടും ചെറിയാൻ ചേട്ടന്റെ വീട്ടിൽ ചെറിയാൻ ചേട്ടന്റെ ഭാര്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഇവരോടായി ചെറിയാൻ ചേട്ടൻ പറഞ്ഞു, എന്റെ മരണസമയമായി എന്നെ കൊണ്ടുപോകുവാൻ വന്ന പരിശുദ്ധ റൂഹായാണ് ഈ പ്രാവായി വന്നിരിക്കുന്നതെന്ന് പറയാനിടയായി. And he said to his wife and wife's mother that now the time has come for me to go. The Holy Spirit has come. The El Ruha has come to take me. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ചെറിയാൻ ചേട്ടനെ പെട്ടെന്ന് വേർത്തു. ചെറിയാൻ ചേട്ടൻ കുഴഞ്ഞു വീഴുകയാണ്. ഈ സമയം ചെറിയാൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വലിയ ആശുപത്രികളിൽ നിന്ന് എന്നെ കൊണ്ടുപോകണ്ട. എൻ്റെ നാട്ടിൽ പ്രാർത്ഥനക്കാരനായ ഒരു ഡോക്ടറെ ഹോസ്പിറ്റലുണ്ട്. അത് ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വെറുതെ കൊണ്ടുപോയാൽ മതി, വേറെ എവിടെ എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. He started sweating and he collapsed and he told, don't take me to any big hospital. Take me to a praying doctor. And there was a homeopathy doctor who was a praying person. അങ്ങനെ ഡോക്ടർ റൂമിൽ ചെന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഡോക്ടറെ മടിയിൽ നിന്ന് തല വെക്കട്ടെ എന്ന് പറഞ്ഞു. He said, doctor, can I keep my head on your lap? പക്ഷെ അവരെല്ലാവരും കൂടെ കൂടി ചെറിയാൻ ചേട്ടൻ ഒരു കട്ടിലിൽ കിടത്തി. But they made him sleep on a cot. അല്പസമയങ്ങളിൽ ചെറിയാൻ ചേട്ടൻ മയങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. And after some time he started dozing off. എന്നാൽ ചെറിയാൻ ചേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. And actually what happened is his soul had left him. ഇതാ ചെറിയാൻ ചേട്ടന്റെ ബോഡി അവരെല്ലാവരും കൂടെ എടുത്ത് ആംബുലൻസിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. And they took the body from there, put it in the ambulance and took it to home. ഇത് അവര് വീട്ടിൽ ചെല്ലുമ്പോൾ കാണുകയാണ് ഒരു കാഴ്ച. When they went home, they saw something. ഇതാ പ്രാവ് അവിടെ ചത്തു കിടക്കുകയാണ്. They found that the dove has fallen and died. അവരാരും അറിഞ്ഞില്ല അവരുടെ പിതാവിന് ഇത്ര സ്വർഗത്തിൽ വിലയുള്ള ഒരു വ്യക്തിയാണെന്ന്. അവരാരും ജീവിച്ചിരുന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല. They never knew that their daddy had so much of value in heaven when he was alive. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു, നല്ല കാര്യം തന്നെ, എന്നതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ അവസാനത്തെ മണിക്കൂർ. You might have done many things on this earth, but equal to that important is the last 1 hour before we pass away. പ്രിയമുള്ളവരെ, ഒന്നും കാര്യമായി ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളിൽ വെളിപ്പെടുവാൻ തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് കർത്താവിന് പലതും ചെയ്യിപ്പിക്കാൻ കഴിയും. അത് ലോകം അറിയണമെന്ന് നിർബന്ധമില്ല. You might not have done anything, but if wisdom comes into your life, revelations come into your life, God can do many things through you, which may not be known by the world, what is being done through you. നിങ്ങളെ രഹസ്യത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ട് നിത്യതയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകും. So the Lord will in secret will do many things through your life and then take you to himself. നിങ്ങൾ കാര്യമായി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് ലോകം പറഞ്ഞിട്ടുണ്ടാകാം. The world will tell, oh, he has not done anything. പക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ, എല്ലാവരും എതിർത്ത് നിൽക്കുന്ന നാളിൽ പരാതികളില്ലാതെ, പിറുപിറുപ്പില്ലാതെ കർത്താവിനെ പ്രതി ജ്വലിച്ചതിന്റെ പേരിൽ നിങ്ങൾ വിലയുള്ളവരായി ഈ ഭൂമിയിൽ നിന്നും നിത്യതയിലേക്ക് മാറ്റപ്പെടും. So when people oppose you, you refuse to break down. You continue to follow the Lord without murmuring and grumbling. Those things are very valuable in the presence of the Lord. Getting up early morning and crying out to God for others, these things are very valuable in the presence of the Lord. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ തുറക്കപ്പെടുവാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഉപരി വളർച്ച ഉണ്ടാകുന്നത്. Yeah, when God's wisdom start opening in our life, these kind of changes will take place. ഉപരി വളർച്ച ഉണ്ടാകുന്നത്. So we have a greater growth.
അപ്പൊ ജ്ഞാനത്തിന്റെ ആത്മാവിൽ, ജ്ഞാനത്തിന്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ പ്രകടമാകുന്നതും നമ്മളിൽ ദൈവം നിക്ഷേപിക്കുന്നതെല്ലാം നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് വെളിപാടും കൂടെ നമുക്ക് നൽകി നമ്മളെ വേഗത്തിൽ പണിതുകൊണ്ടിരിക്കുന്നത്. So when we have the spirit of wisdom and revelation, we can come to know the things that God has given us, and very quickly we'll have a spiritual growth. നമ്മളിൽ ജ്ഞാനവും വെളിപാടും ഒരുപോലെ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം വേഗത്തിൽ നമ്മുടെ ബോഡിയിൽ വെളിപ്പെടാൻ തുടങ്ങും. അതാണ് ജ്ഞാനത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. So the peculiarity of the wisdom anointing is this: when we go to some place where the presence of God is, we will start feeling the presence of God in our body. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്ററിയായി ഉണ്ടെങ്കിൽ ആ മിസ്റ്ററികളെല്ലാം വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെ അഭിഷേകത്താൽ വേഗത്തിൽ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. When you go to places where there are a lot of mysterious things, because of revelation and wisdom, you will be able to understand these mysteries. ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ പൈശാചിക സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ഗിഫ്റ്റിൽ, അഭിഷേകത്തിൽ നമുക്ക് വേഗത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. So whether it's a place of people, if there are some demonic influence in people or place, because of wisdom and revelation, we will be able to understand the situation. ഇപ്പോൾ ദൈവം നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ പറ്റും. We will be able to understand very clearly what God is doing through us. ഇതാ നമ്മുടെ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം ജ്ഞാനത്തിന്റെ അഭിഷേകത്താൽ, വെളിപാടിന്റെ അഭിഷേകത്താൽ നമുക്ക് വിദൂരങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴേ വെളിപ്പെടുവാൻ തുടങ്ങും. We can come to know many things that's going to happen in the future because of the spirit of wisdom and revelation in our life. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. What God is going to do, those things will start getting revealed to us. ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടാൻ തുടങ്ങും. The things I need to do will get revealed to me. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ ഏതാണെന്നും എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് വെളിപ്പെടാൻ തുടങ്ങും. What I should do for others, how should I do it, when should I do it, will be revealed to me because of wisdom and revelation. ജ്ഞാനത്തിന്റെയും വെളിപാടുകളുടെ അഭിഷേകം തുറക്കപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ ശുശ്രൂഷ വളരെ ടേസ്റ്റി ആയിരിക്കും. If wisdom and revelation start opening in our life, our ministry will be very tasty. ഹല്ലേലൂയ. Hallelujah. ഒരിക്കൽ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. So once I was praying for a reverend sister. ആ സിസ്റ്റർ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. She is a retired teacher. സിസ്റ്ററിന് വലിയൊരു ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കണമെന്ന്. She has a great desire to live for the Lord the rest of her life. ഏകദേശം ആ സിസ്റ്റർ ആ വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ട് ഒരു 50 അടുത്ത വർഷമായി. പക്ഷെ ഇതുവരെ സിസ്റ്റർക്ക് ബൈബിള് നന്നായിട്ട് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. She was already a sister since 50 years, but till that date she never got time to read the Bible. ദൈവത്തെക്കുറിച്ച് പല പുസ്തകങ്ങളിലൂടെ വായിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. She has read about God in many books. അദ്ദേഹം വിതുമ്പി എന്നോട് പറഞ്ഞൊരു കാര്യം, എങ്കിലും എനിക്ക് ദൈവത്തെ ഇതുവരെയും രുചിക്കുവാൻ പറ്റിയിട്ടില്ല. She said that with a lot of sadness, she said that I have not been able to taste the Lord. ഇതൊരു ലീഡേഴ്സ് കോൺഫറൻസിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. This happened in a leaders program. ഇതാ അടുത്ത നിമിഷം എനിക്ക് ജ്ഞാനത്തിലൂടെ ഒരു കാര്യം മനസ്സിലാവുകയാണ്. Then but through the wisdom, I was able to understand one thing. ഈ സിസ്റ്ററുടെ ഇടയിൽ ഞാൻ എങ്ങനെ ഈ സിസ്റ്ററിന്റെ ഇടയിൽ ശുശ്രൂഷിക്കണമെന്ന്, കൗൺസിൽ ചെയ്യണമെന്ന് എനിക്ക് വെളിപ്പെടുകയാണ്. I was getting a revelation how to handle the sister. I was getting the wisdom how to get involved with the sister in this situation.
ഞാൻ ആ ധ്യാനത്തിൽ ആരെയും കൗൺസിൽ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ കൗൺസിലർമാർ വേറെ ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റർ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇടവേളയിൽ കരുതി സമയം ചെലവഴിച്ചതാണ്. In the retreat, I was not counseling, there were other counselors. But then, because the sister told me, forced me, so I decided to pray for her. ഇതാ ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു ദർശനം കാണുകയാണ്. ഈ So സിസ്റ്റർ in the spirit, I see a vision. ഒരു ചെറിയ കുട്ടിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. I saw that the sister is very small, like a child, and crying. ഞാൻ ഉടനെ അറിയുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവിക വെളിപാട് ശബ്ദമൊന്നും എൻ്റെ മുമ്പിലില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയാണ് ഈ സിസ്റ്ററുടെ ജീവിതത്തിൽ അധികമായി ഒരുപാട് ആന്തരിക മുറിവുകൾ ഉണങ്ങാതെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. Yeah, I understood at that time that a sister has a lot of inner roots in her which have not been healed. ഇത് എനിക്ക് പ്രത്യേക ദൈവസ്വരമോ ദൈവിക ദർശനങ്ങളോ ഒന്നും വെളിപ്പെടുന്നില്ല ഈ സമയം. പക്ഷെ എനിക്കത് മനസ്സിലാവുകയാണ്. At that time, I was not seeing any vision or anything, but I was getting an understanding that she has a lot of inner roots inside her. ഈ മനസ്സിലാക്കലാണ് ജ്ഞാനത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. So this understanding is that specialty of the spirit of wisdom. ഈ വിസ്ഡത്തിലൂടെയാണ് ഞാൻ ഈ സിസ്റ്ററിന്റെ അന്തരംഗത്തെ എൻ്റെ ആത്മാവിൽ സ്പർശിക്കപ്പെടുന്നത്. And through the wisdom itself, I was able to touch her inner life. സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് ഞാൻ സ്പിരിറ്റിൽ സഞ്ചരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡിനുള്ളിൽ, within seconds, I was able to move into her interior life. എൻ്റെ ആത്മാവിൽ ഞാൻ ആ സിസ്റ്ററിന്റെ ജീവിതത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. In the spirit, I was moving in the sister's life. ഇതാ ഞാൻ തിരിച്ചറിയുന്നു, ഈ സിസ്റ്ററുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദൈവസമാധാനം എന്താണെന്ന് സിസ്റ്റർ അറിഞ്ഞിട്ടില്ല. I understood that she has everything, but she doesn't have the peace of God. ഇതാ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഈ സമയം. At that I was standing from the chair. സിസ്റ്ററുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. Before the sister, I was trying to stand like this. ഇതാ എൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ. And before the Lord, I was showing my hands like this. ഞാൻ കണ്ണുകൾ അടക്കിയാണ്. I'm closing my eyes. ഇതാ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. My tears started filling my eyes. ഇതാ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് ആ സിസ്റ്ററിലേക്ക് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. I started feeling the love of God from me was flowing into sister. ഈ സെയിം ടൈമിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, നീ ഒരു പാട്ട് പാടുക. At the same time, I'm hearing the voice of the Holy Spirit telling me, start singing a song. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഏത് പാട്ട് പാടണം? So I asked the Holy Spirit which song I should be singing. ഇതാ ഞാൻ ദൈവാത്മാവിൽ കേൾക്കുന്നത് ഇങ്ങനെയാണ്, നീ ഒരു പാട്ട് പാടുക. I hear from the Holy Spirit telling me, you sing a song. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇതാ രാഗം എന്നിൽ പ്രകടമാകുന്നു, താളവും ഭാവവും വേർഡ്സും എനിക്ക് വെളിപ്പെടുന്നു. ഞാനിതാ ഒരു പാട്ട് പാടുവാൻ തുടങ്ങി. Yeah, within seconds I start singing a new song. A tone started coming, the lyrics started coming, and something new was coming out of me. ഞാൻ അതിമനോഹരമായ ഒരു ഗാനം ആത്മാവിന്റെ ഐക്യത്തിൽ പാടുവാൻ ആരംഭിച്ചു. So in the unity of the spirit, I started singing a song. ഞാൻ ഇന്നും ആ പാട്ട് എന്താണെന്ന് ഞാൻ ഓർക്കുന്നു പോലുമില്ല. I don't even remember now what was the song that I sang that day. അത് ആ സമയത്തേക്ക് മാത്രമായി അയക്കപ്പെട്ട ശുശ്രൂഷയുടെ ഒരു ഭാഗമാണത്. Only for that time, for that ministry, the Lord had given that song. അത് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് ഞാൻ ആ ശുശ്രൂഷയെ ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. And because that was successful, I did not keep on singing that song or keep on doing the same thing again and again. ഓരോ സ്ഥലത്തും ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷയാണ് സ്വർഗമൊരുക്കിയിരിക്കുന്നത്. So each time there are different kinds of ministry God manifests from heaven in a different way from people to people. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ദൈവ ശുശ്രൂഷ വെളിപ്പെടാനിടയായി. Today in the afternoon,
there was a ministry that manifested. ഞങ്ങൾ മലയുടെ മുകളിൽ കാട്ടിൽ ഒരു ഏറുമാടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. We were sitting on a mountain top and we started praying. ഈ സമയം ഞാൻ ഒരാളുടെ മേൽ കൈവെക്കാതെ അദ്ദേഹത്തിന്റെ മേലേക്ക് അഭിഷേകത്തെ പകർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. So I did not lay my hand on a person, but I was just praying that the anointing will come on that person. അദ്ദേഹത്തിന്റെ മേൽ കൈവെക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ല. The Holy Spirit was not allowing me to keep my hands on him. ചില ദൈവിക ഭാഷകളിലൂടെ അഭിഷേകം അദ്ദേഹത്തിന്റെ മേലേക്ക് കവിഞ്ഞു വീഴുകയാണ്. So as I was speaking in new tongues, the anointing was falling on that person. ഈ സമയം അദ്ദേഹത്തിന്റെ മേൽ അഭിഷേകം ഫില്ലായി കഴിഞ്ഞപ്പോൾ And then as soon as he was filled with the anointing, ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തി. and I put my left hand on his shoulder and then moved him towards the left side. ഇത് അടുത്ത നിമിഷം എൻ്റെ മുമ്പിൽ മറ്റൊരു ദൈവപുരുഷൻ നിൽക്കുന്നുണ്ടായിരുന്നു. And at that time, another man who was serving God was standing near me. വേഗത്തിൽ ഞാൻ ആത്മാവിൽ ജ്ഞാനത്തിൽ അറിയുകയാണ്. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വലത് കൈ ഇടത് കൈ എൻ്റെ ഈ വലത്തെ തോളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞു. So I told him to keep one of his hand in my right shoulder. ഒരാൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചേർന്ന്. One is there in my left side. ഇതാ മറ്റൊരാള് എൻ്റെ വലത്തെ തോളിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെച്ച് നിൽക്കുകയാണ്. Another side, the right side, another person is standing. അങ്ങനെ ഈ സമയം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഒരേ ലൈനിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. And we were standing in one, three of us were standing in one line. ഞാൻ ആത്മാവിൽ ഏതോ ഒരു ഭാഷ പുതിയതായി കേറി വെളിപ്പെട്ടു വന്നു. Suddenly a new language came and I started singing. അതിലൊരു വെറൈറ്റി വാക്ക് വെളിപ്പെടാൻ തുടങ്ങി. And a variety of words started coming out of my mouth. ആവർത്തിച്ച് ആ വാക്ക് തന്നെ പരിശുദ്ധാത്മാവ് ഇട്ട് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരുന്നു. So that word kept on coming again and again and again in my mouth. ഈ സമയം ഞാൻ ആത്മാവിൽ ജ്ഞാനത്താൽ അറിയുകയാണ്, ഇതിനെന്തോ പ്രത്യേകത സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ ആ വാക്കിലേക്ക് വീണ്ടും ശ്രദ്ധ വെച്ച് പറയുവാൻ തുടങ്ങി. Yeah, then I could sense that there's something heaven is trying to tell through these words. So I started concentrating on these words. ഈ സമയം മറ്റൊരു വാക്കുകൂടി ആ വാക്കിനോട് ചേർത്ത് വെളിപ്പെടാൻ തുടങ്ങി. And then another words came and joined with the words which I was already speaking. അത് വീണ്ടും ആവർത്തിക്കാൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് ജ്ഞാനമുണ്ടാവുകയാണ്. I was getting wisdom from the Holy Spirit to keep repeating those words. ഞാൻ ഇങ്ങനെ ആവർത്തിക്കുവാൻ തുടങ്ങി. I kept on repeating that. ഈ സമയം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കുകയാണ്. And three of us are standing on one line. എന്നോട് ചേർന്നിരിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്ക് വ്യത്യസ്ത ഭാഷകൾ ഉള്ളവരാണ്. And both of them are having also different kinds of varieties of tongues. ഇത് അവർ പോലും അറിയാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം വേർഡ് അവർ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. And both of them started saying the same words that I was saying. ഇതാ വീണ്ടും അത് ആവർത്തിച്ച് വെളിപ്പെടാൻ തുടങ്ങി. And again it started coming out of their mouths. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഒരു ഉന്നതമായ ദൈവശക്തി വന്ന് ഞങ്ങളുടെ മൂന്ന് പേരുടെ മേലേക്ക് വീഴുവാൻ തുടങ്ങി. And within seconds a high anointing, power of God came and fell upon us. ആ ഏറുമാടത്തിന്റെ മുകളിൽ വെച്ച് ഈ ദൈവ ശുശ്രൂഷകർ ജ്വലിച്ച് തീഷ്ണത കൊണ്ട് ദൈവശക്തി പ്രാപിക്കാൻ തുടങ്ങി. And sitting on the mountain top, we were experiencing this. We were getting ablaze in the spirit and experiencing the power of God. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇതേ വാക്ക് മൂന്ന് പേരും ഉരുവിടുവാൻ തുടങ്ങി. പക്ഷേ ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരും ആരെയും അറിയുന്നു പോലുമില്ല. ആ വിധത്തിലാണ് ആ സമയം. Yeah, for 5-6 minutes, all three of us were saying the same words, and nobody is able to notice one another. Also, they were telling by themselves the same words were coming out of their mouth. ഇതാ ഞാൻ അതിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവിൽ ഒരു സംഭവം കാണുകയാണ്. And then I'm seeing something in the spirit. എന്റെ വലത്തെ തോളിൽ ഇരിക്കുന്ന വ്യക്തിയുടെ മേൽ അവന്റെ നെറ്റിയിൽ ഇങ്ങനെ കൈവെക്കാൻ
ഞാൻ ദർശനത്തിൽ കാണുകയാണ്. So I see that I see in a vision that I need to lay my hands on the person on my right side. ഞാൻ ഇങ്ങനെ കൈവെക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഞാൻ ഇവനെ ഡെലിവറൻസ് മിനിസ്ട്രി ഈ ഭൂമിയിൽ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന്. And the Lord said to me, the Holy Spirit told me that I am going to give him the deliverance ministry. ഞാനിത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ കൈവച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അഭിഷേകം അദ്ദേഹത്തിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങി. And as soon as I kept my hands on him, so some very big anointing started manifesting upon him. ഇത് അടുത്ത ആളെ കുറിച്ച് ആത്മാവ് എന്നോട് പറയുകയാണ്, ഇവനെ കർത്താവ് ലീഡർഷിപ്പിലേക്ക്, വർഷിപ്പ് ലീഡറായി ഒരു ഉയർന്ന അഭിഷേകത്തിലേക്ക് കർത്താവ് ചേഞ്ച് ചെയ്യുകയാണെന്ന് ആത്മാവിൽ എനിക്ക് വെളിപ്പെടുകയാണ്. And I get a revelation, the other person, the left side is being anointed to be a worship leader. എന്റെ പ്രിയമുള്ളവരെ, ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകരുമ്പോഴാണ് വാസ്തവത്തിൽ എങ്ങനെ ശുശ്രൂഷിക്കണം, എവിടെ ശുശ്രൂഷിക്കണം, എപ്പോൾ ശുശ്രൂഷിക്കണം എന്നെല്ലാം നമുക്കൊരു വ്യക്തത ഉണ്ടാകുന്നത്. When we have the spirit of wisdom and revelation, we come to know when we should minister, how should we minister, what we should minister. That becomes very clear to us. ഒരുപാട് ദൈവ ശുശ്രൂഷകർ വീണുപോയ ഒരു ഏരിയയാണ് ജ്ഞാനത്തിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാതെയും വെളിപാടിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാത്തത് കൊണ്ടും ഒരുപാട് ദൈവ ശുശ്രൂഷകർ എവിടെയും എത്താതെ പാതി വഴിയിൽ പട്ടുപോയവരുണ്ട്. Many in the ministry fell off because they did not have the spirit of wisdom and revelation in them. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക, നമ്മുടെ ആരുടെയും പ്രത്യേക കഴിവ് കൊണ്ടൊന്നും അല്ല, ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ട് നമുക്ക് ഇതൊക്കെ പറയുവാൻ കഴിയുന്നേ ഉള്ളൂ. Yeah, we have to understand that we have not stood by ourselves. It is because God has made us stand, and that is why we are able to say these things. ഇന്ന് ഒരു സംഭവം ഉണ്ടായി ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ. The starting of this program, something like this happened. നമ്മുടെ സിസ്റ്റർ സപ്ന സഹോദരി ഇങ്ങനെ പറഞ്ഞു, എന്റെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു വചനം ഇതാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനവുമാണ്. അതുപോലെ തന്നെ ഞാനൊരു ദർശനം കാണുന്നു, അൽഫോൺസാമ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പോലുള്ള ഒരു വെളിപാട് എനിക്കുണ്ടാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. So Sapna said she saw a vision of Saint Alphonsus standing in front of us. She saw it a few times, and one scripture that came in her mind was Revelation 1, Ephesians 1, 17, 18 had come in her mind. ഈ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഞാൻ അല്പനേരം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ വചനം പറയാനും ആ ദർശനം പറയാനൊക്കെ ഇടയായതെന്ന് ചോദിച്ചു. I asked her, I started laughing, and I asked her, well, what can be the reason why you have to say this word and also this revelation? ഞാൻ കുറെ നേരം ചിരിച്ചു. I laughed for some time. സിസ്റ്റർ വിചാരിച്ചു ഞാൻ ആ സിസ്റ്ററിനെ കളിയാക്കുന്നതാണോ എന്ന് വിചാരിച്ചു. She thought that I may be laughing at her. സിസ്റ്റർ ചോദിച്ചു, എന്തുകൊണ്ടാ ബ്രദറെ ഞാൻ അത് പറഞ്ഞപ്പോ ചിരിച്ചതെന്ന് ചോദിച്ചു. She said, why you are laughing when I told these things? ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, ശുശ്രൂഷയിൽ അതെല്ലാം വെളിപ്പെടും എന്ന് പറഞ്ഞു. She said all this will manifest in today's classes. വികാരപൂരിതയായി ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഇന്ന് ഏത് സെക്ഷനാ ബ്രദറെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. Out of emotion, she asked, what are you going to teach today? സിസ്റ്റർ അറിഞ്ഞതേ ഇല്ല വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ചാണെന്ന് സ്വർഗം പഠിപ്പിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞതേ ഇല്ല. പക്ഷെ ഇതാ സിസ്റ്റർക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്തു. Yes, she did not know that I am going to teach on spirit of wisdom and revelation, but through wisdom she came to know about this. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. Verse 17. Ephesians chapter 1 verses 17. I pray that the God of our Lord Jesus Christ, the Father of glory, may give you a spirit of wisdom and revelation as you come to know him. അടുത്ത 18-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്,
ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ ഈ വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെയും ആ അഭിഷേകത്താൽ നമ്മളെക്കുറിച്ചുള്ള വിളി ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും. ദൈവം നമ്മളിൽ നിക്ഷേപിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകതകളും നമുക്ക് അറിയാൻ പറ്റും. അതാണ് അവിടെ വചനം പറയുന്നത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. 18 വായിച്ചേ. Verses 18 says, so that with the eyes of your heart enlightened, you may know what is the hope to which he has called you, what are the riches of his glorious inheritance among the saints. അതിന്റെ 19-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതുവഴി, ഏതുവഴി? ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ അഭിഷേകം വഴി, അതുവഴി അവന്റെ പ്രാപവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് വ്യക്തമാകട്ടെ ഈ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും അഭിഷേകത്തിലൂടെ. Please. Verses 19 says, and what is the immeasurable greatness of his power for us who believe according to the working of his great power. ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിലൂടെ എന്ന് കൂട്ടിച്ചേർക്കുക. Through the spirit of wisdom and revelation. ഹല്ലേലൂയ. Hallelujah. ആന്റണി ബ്രദറെ ഒരിക്കൽ കൂടി ആ 19-ാം വാക്യം ഒന്ന് വായിച്ച് ബ്രദർ ഒന്ന് അവർക്കൊരു. And what is the immeasurable greatness of his power for us who believe according to the working of his great power. 17-18-19 വായിക്കാം. I pray that the God of our Lord Jesus Christ, the Father of glory, may give you a spirit of wisdom and revelation as you come to know him, so that with the eyes of your heart enlightened, you may know what is the hope to which he has called you, what are the riches of his glorious inheritance among the saints, and what is the immeasurable greatness of his power for us who believe according to the working of his great power. ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിലേക്ക് നമുക്ക് വെളിവായി വരുന്നത് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവിലൂടെയാണ്. The works of God, the plans of God are revealed to us through the spirit of wisdom and revelation. നമ്മൾ ഈ സമയം 1-2 മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടുത്ത നിമിഷം ഈ വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ ഭാഷാവരത്തിൽ ദൈവവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. For 2 minutes, myself and brother will pray, and all of you are behind the scene praying in tongues, and after that it will be all unmuted. We can all pray together. ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ദർശനങ്ങളും വെളിപാടുകളും നിങ്ങൾ വേഗത്തിൽ എഴുതി വെക്കണം. അത് So all those who have any revelation and vision, they immediately write down on the notebook. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സ്തുതിച്ച് കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള സ്തുതിപ്പ് ഇവിടെ വോയിസ് കേൾക്കുന്ന കട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ഈ സമയങ്ങളിൽ ദർശനങ്ങളോ വെളിപാടുകളോ കിട്ടുന്ന കാര്യങ്ങൾ, ജ്ഞാനങ്ങൾ, ബോധ്യങ്ങൾ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാൻ മറക്കാതിരിക്കുക. And as we are praising the Lord, keep writing all the revelation, all the thoughts, all that ideas that God is giving us, Holy Spirit is giving. You can keep writing it down. ഹല്ലേലൂയ. ഇന്നലെ So രാത്രി everybody got any notebook with you? If not, collect a notebook, go around other rooms and get and keep it with you with a pen and start writing down whatever the Lord reveals to you. Brother Padma, ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഏതെങ്കിലും വിധത്തിൽ സ്വർഗീയ സ്വപ്നങ്ങളോ വെളിപാടുകളോ ഉണ്ടായിരുന്നവരുടെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. Yeah, I desire to hear a testimony of any one of you. And yesterday night, did you see any dream or get a revelation while sleeping? ഒരു ദൈവ സാന്നിധ്യത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ. Anybody here who was able to sleep in the presence of the Lord, feeling the presence of the Lord? അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I desire to hear a testimony like that. Is there anybody here?
പ്രമീള പ്രമീല. എന്താണ് Yes. പ്രമീള സഹോദരി, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ബ്രദർ ജസൻ അവരെ ഒന്ന് കണക്ട് ചെയ്യുക. Yes, brother. Last night, after the session got over, I went with that anointing, and then last night I saw a vision of a magnified wooden cross with holy fire on top. The glory came on me when I was sleeping. In the morning again, as I was praying for the Holy Spirit to descend on me, I saw the vision of a glory of God descended on my full body. And in the Okay, night, okay. for the past Yes. 2 days, Mother Mary has been putting her blue mantle of protection on me. Amen. Amen. Then today, during Holy Mass, I saw Jesus. Not today. Only yesterday night. Okay. Brother. Shaila sister, you want to say something? No, brother. I think Brother Edwin, you want to say something? Yeah, one second. Yeah, just unmute Brother Edwin. Yes. After yesterday's session, I could not sleep on the whole night. Actually, I slept for half an hour, but some dogs started barking and they started disturbing. And then I came to know it was the Lord through them was waking me up and asking me to pray. But I felt very mighty presence of God the whole night. And only in the morning I slept 1 or 2 hours, and again I went back to my work. I praise and thank God. രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല, പട്ടി കുറയ്ക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ മനസ്സിലായി ഈ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ സമയം പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക അഭിഷേകങ്ങൾ രാത്രി അനുഭവപ്പെട്ടുവാണ് പറയുന്നത്. രാവിലെ ഉറങ്ങാനും ജോലി സാധിച്ചു. Oh, hallelujah. Praise God. Somebody else was telling something. Somebody else. Praise the Lord, brother. I am Sister Anita. Yesterday night after the worship, I slept very peacefully. Usually, I feel very hard to get up in the morning, 4 o'clock. But I don't get up again. But this morning, 4 o'clock, I don't know, I was so fresh. And as soon as I got up, one Malayalam, suddenly I got up, I was recalling that one Malayalam song was going on in my heart, the Holy Spirit song. And after my worship, I went for the Holy Mass in the church. And I don't know, suddenly happening. I was not. Sister, your voice is breaking. Yeah, hello. But is it clear now? Sister, your voice is not so clear. Hello, brother. You can just Yes, shift your Sangha. location somewhere. You can just shift your location somewhere and then talk. Because no current right now. You can just type out in the chat if you want. Now do you hear me, brother? Yes. Yeah. Yes. So as I told, so morning as I was so fresh when I got up. Then suddenly the Malayalam song was going on. It was Holy Spirit song. And after the prayers, I went for Holy Mass in the church. And suddenly, I don't know, my eyes were closed. I was seeing some flowers on the altars. And suddenly I was seeing the face of Saint Joseph. And I was literally, I don't know what was happening, whether I am awake or not in the Mass. But I know whenever the Father was giving the response, I was so awake, I was so conscious. But suddenly I was closing, saw the Father was elevating the host. I was seeing the roses of petal around that one. So this is the first time that I had experienced that morning. I really used to feel very hard to get up early in the morning and worship. But today morning, by the help of the Spirit, I was so fresh and I was able to worship you and see. So glory to God. ഞാൻ പറയുന്നതാണ് രാവിലെ എനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എനിക്കാൻ സാധിച്ചു. ഒരു പരിശുദ്ധാത്മ ശക്തമായ ഒരു സഹായം ഉണ്ടായിരുന്നു. കുറെ ആരാധിക്കാനും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാൻ സാധിച്ചു, ഖുർആൻ കൂടാൻ സാധിച്ചു. അപ്പൊ അതാണ് ആൾ പങ്കുവച്ചത്. ഓക്കെ, വേറെ ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് 1-2 മിനിറ്റ് പ്രാർത്ഥിക്കാം. തുടർന്ന് അവരെല്ലാവരും ഈ സമയം മുതൽ നിങ്ങൾ എല്ലാവരും ശക്തമായി തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
keep on praising and worshiping the Lord behind the unmute. And after 2 minutes, we will all pray together. ഇന്നത്തെ ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും ദൈവം വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ പകർന്നു തരിക തന്നെ ചെയ്യും. All those who have seriously attended this program will receive the spirit of wisdom and revelation. എല്ലാവർക്കും നൽകപ്പെടും. All of us. നിങ്ങൾക്ക് ഈ സമയം ദർശനങ്ങളും വെളിപാടുകളും ഉണ്ടാകാൻ തുടങ്ങും. You'll see visions and revelations. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വർധനവുണ്ടാകുന്ന സമയമായി ഈ മണിക്കൂർ മാറുവാൻ തുടങ്ങും. You will have an increase of faith. അതാണ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2:19, 2:22. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും അവൻ പരിശുദ്ധാത്മാവിൽ പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന തിരുവചനം. That you have been built upon into a household of God. ഓക്കെ, നമ്മൾ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് വരിക. ഇപ്പോൾ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Hallelujah. Thank you, Lord. ഒബീറ കാലോ ഷാക്ക ലറബലബോ റസിക മറനിരിബിയ റോഥോകോ ലബാബാ മേ അൽഹമാ സുഫല ഹസേരി ആബേ ദിഗാമനോ ഷാഖതാരിയബാ ഉലു സഹാ യെ ഹുസന ലമീർ കദിയ അവോലോ മാ സാമേ ബതൗല കിമല ലറിബാൻ ഹോത കതൈമലു അബേ മഹബൂദു തെ ഹസമുरा ता अमिकुल होता यानुसी युहा सबा उमलो लयाकुसी असुहाया सुकुमी सफियाना हुसिया तेवोलो सिंथुना सियाकुस असाफिकुमी लेमुसिया asfi kayonele sohunu asfi asukumi ala hayutus avila hasumuni tahum sakalamira kalabo rimate kiyuram merani ula seki usamuna la duhuma shota asfutukumu niko hamudu lishen al yuhani ufal hasuma etamuluku al hawuzi yaunel hamuhushiana lehu zakem labru tabila haste ademo rosaha ayu hutahanyeki alho sayauda her sayauda 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 उधर सुहाया आहो साहू उहालिया तो सुमुना असो होनी कच्ची युवती होना अल्लाह सुमुन नियाहो तो हुसाहा ये वो लोगी हाल सीखोया अवला मो सोवी हस्ता के मिलो वरासी हना लेब्रू बाबा Yabora hasere Yarabalehemo Yahovah Hasehe Yuhakamina Yor Rabahaba Raboro Yabahabara Raboro Hallelujah, hallelujah. Lahu Sumayana Alamalabu Sahababade Risvilia 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 Oh, Risvilia. Thank you, Risvilia. Jesus. Thank you, Jesus. Hallelujah. Amen. Thank you, Lord. Torabila Bishakaro.
hallelujah. Thank you, Lord. Lord, Holy Spirit, you work impossible and miracles and signs. We praise you. Holy Spirit, we put your permissions, Lord. We pray for safety.
Spirit of counsel and godly wisdom, spirit of knowledge and mighty wisdom. Hallelujah. Rabala halama shedidibia. Ora sekara labala kaba. നിങ്ങൾ വ്യക്തിപരമായ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ കർത്താവിന്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. Behind the scene. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഉള്ളിൽ സ്തുതിക്കുക. All of us keep on softly praising the Lord behind the unmute. And anybody want to share anything, you can share. Any experience you can share. Brother, Keep on praising the Lord. Yes. brother, I saw a candle, and after that I saw the rosary. After some time, I saw the vision of the smoke is coming around my chair. Later, I saw a brain, and that brain, after some time, it became a parachute. And let me just translate. ആള് പറയുന്ന ആള് തിരി കണ്ടു, ജമാല കണ്ടു, പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പുക, അങ്ങനെ വ്യാപിക്കുന്ന മഴ കണ്ടു, പിന്നെ സഡൻലി മഴ ഒരു പാരച്യൂട്ടായി മാറി. Yeah. And next. And when the brother was sharing the word, my legs started like hot, and the knees started like in a flame. Yeah, വചനം കേൾക്കുന്ന സമയത്ത് കാലൊരു ചൂട് അനുഭവപ്പെട്ടു, പിന്നെ ഒരു തീ പോലെ അനുഭവപ്പെട്ടു കാലില്. Anybody else want to share anything? Hello, brother. Yeah. I want to share. When you all were praying, I felt a little coolness in my arms. Then I got a lot of words. I got word when you all was praying together, both the brothers. I got the word will. Then I saw a vision of eyes, words look, words cloud, different books of the Bible, word right, belief or believe. I got the word and join together. These are the words I got. And then after when we were all praying together, I also got many more words. Clouds. Then I saw the vision of a cloud. Face of Jesus with crown of thorns. Belief. I have set you free. Then I saw a golden semicircle. Then I got the word boldness, teach. Then the next was praise and worship, teaching, scriptures. ഓരോ വാക്കുകൾ ആള് മനസ്സിൽ കടന്നുപോയാണ് പറയുന്നത്. ഓരോ വാക്കുകൾ, പിന്നെ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. Anybody else want to share? Carol received a new song in the spirit, I believe. It's a new tongue. പുതിയൊരു ഭാഷ പാടാൻ കാരോൾക്ക് ആത്മാവിൽ പാടാൻ പുതിയൊരു ഭാഷ കിട്ടിയാണ് പറയുന്നത്. എനിക്ക് നല്ലൊരു ടച്ച് കിട്ടി. ഹെവൻലി ടച്ച് ഐ ഗോട്ട്. ഐ ഫെൽറ്റ് ഓൺ മൈ ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ ഞാൻ അങ്ങനെ നല്ലൊരു ഒരു വിങ് കണ്ടു, ഒരു ചിറക് ഇങ്ങനെ, ഓൺലി ദ വിങ്. പിന്നെ ഒരു സ്റ്റാർ കണ്ടു, നല്ല ഗോൾഡൻ കളറില്, നല്ല പ്രകാശത്തിലാ കണ്ടത്. And I was crying and praying also during the session. Anybody else want to share? Hello, brother. Yeah. Brother, see, today when brothers told us to say the praise and worship, that time suddenly my grandfather, who has passed long back ago,
mommy, daddy, his picture can be seen. And then after that, my uncle, that he is still alive, that mommy younger brother, he was a little bit sad. And then the thought comes to me is that to take him to the retreat center or for the counseling, for the deliverance or something like that. It is coming to me today during the praise and worship. That's all. Thank you. Anybody else? Praise the Lord, brother. Bobby saw a word rosary. Okay. Yeah, Pramila. Yeah, during the praise and worship, today as we were singing the Welcome Holy Spirit, I saw the glory of God falling on my face. And then as we were singing the second song, Holy Spirit, come with your fire, I saw a vision of a fire. And then while Brother Joy asked us to pray in tongues in the beginning of the talk, I saw a vision of Jesus on the cross with the dove in front of it. And now, as we were praying in tongues, Holy Spirit told me, Spirit of revelation is coming to the group. And he also gave me the verse, Matthew 17, verse 5, listen to him. Holy Spirit also gave me more notes on yesterday's teaching. And then today, during Holy Mass, I heard the evil spirit voice saying, she is one of God's people and I cannot come near her or attack her. And for the Zoom watchers, Holy Spirit used the word Zoom watchers, that I got the message for the group that God's presence is moving mightily in their lives. And Holy Spirit gave this verse, 2 Corinthians 3:18. So with unveiled faces, we all reflect the glory of the Lord while we are transformed into his likeness and experience his glory more and more by the action of the Holy Spirit. Anybody else? Brother, 3 Bible verses for the group. One is Matthew chapter 18 verses 18. Whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven. Second is Lord is giving Luke chapter 10 verses 19. Behold, I have given you authority to tread upon snakes and scorpions over the power of enemy, and nothing shall hurt you. Third is Wisdom chapter 6 verses 14. He who rises early to seek her will have no difficulty, for she will be found sitting at the gate. Can you repeat? Sorry, Matthew 18:18, Luke 10:19, Wisdom 6:14. Is that Yes, so? yes, yeah. Anybody else? Okay, so we'll all come back tomorrow. Brother, I forgot to tell one more. Yeah. This one. Today, during Holy Mass, I saw Jesus in a golden form. Jesus, he put a white crown on my head and gave me the verse Matthew 17:5. Listen to him. And my whole body was filled with his glory. Holy Spirit also said, you are moving to the next level of anointing. Thank you, Jesus. Praise you, Jesus. So we'll pray, dear Heavenly Father, we thank you for bringing all of us together here. And we thank you for your love for each one of us. When the world is busy, you give us the grace to sit at your feet and to listen to your word and to be touched by your spirit. We thank you for all the blessings. We pray that you continue to pour out the spirit of wisdom and liberation upon us. Fill Joy, brother, with the Holy Spirit. Give tomorrow's class into hands, Lord. Let your Shekinah glory descend upon the class. Lord, I pray this in Jesus' name. Amen. So God bless all of you all. We'll come back tomorrow. Amen. Thank you. Praise the Amen. Lord. Thank you, brother. Hallelujah. Thank you. Praise the Lord. Thank you, Brothers. Jesus. Thank you. Thank you, brother. Okay. Thank you, brother.